അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോട് വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നംറഅതി വലദത ഗുലാമൻ അസ്വദ്, നബിയേ ഞാനും വെളുത്തവനാണ്, എന്റെ ഭാര്യയും വെളുത്തവളാണ്, പക്ഷെ അവൾ പ്രസവിച്ചത് ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചു. അയാൾ ബാക്കി പറഞ്ഞില്ല, തങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ അർത്ഥം. നബിയേ ഇതെന്റെ കുട്ടിയല്ലല്ലോ, ഇതെന്റെ കുട്ടിനാണോ എന്ന സംശയമാണ്. തങ്ങൾ മറുപടി കൊടുത്തു, എന്താണ്? ഫഖാല ഹൽ ലക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ട് നബിയേ. മാ അൽവാനുഹാ, എന്താണ് ഒട്ടകത്തിന്റെ നിറമൊക്കെ? ഖാല ഹുംറുൻ, ചുവന്നൊട്ടകങ്ങളാണ്, ചെമന്നൊട്ടകങ്ങളാണ്. ചെമന്നൊട്ടകങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഒട്ടകങ്ങൾ, ഏറ്റവും വില കൂടിയ ഒട്ടകങ്ങളാണ് ചെമന്നൊട്ടകം. ഹൽ ഫീഹാ ഔറഖ്, അതിലുമില്ലേ വെളുപ്പും കറുപ്പും കലർന്ന ഒട്ടകം? അതിലില്ലേ ചുവപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ഗ്രേ കളറുള്ള ഒട്ടകം അതിലില്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ടല്ലോ നബിയെ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഫകൈഫ ദാക്, അതിപ്പോ എങ്ങനെ? അയാൾ പറഞ്ഞു, നസഅഹു ഇർഖുൻ, ഒരു ഞരമ്പ് അതിനോട് വലിച്ചതായിരിക്കും. അതാണ് അറബി പ്രയോഗം. അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഉപ്പാപ്പാരിലേക്ക് പോയതായിരിക്കും. നമ്മൾ പറയില്ലേ, കുട്ടി മാമന്റെ ചേലാണ്, കുട്ടി മൂത്താപ്പന്റെ ചേലാണ്, മൂത്തമ്മയുടെ ചേലാണെന്നൊക്കെ പറയില്ലേ. നസഅതു ഇർഖിൻ, ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പരമ്പരയിലേക്ക് പോയതായിരിക്കും. അങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നല്ലേ. ഫലഅല്ല ഹാദാ നസഅഹു ഇർഖ്, ഇതും അങ്ങനെ തന്നെ, ഈ കുട്ടിക്കും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് എന്നെ മനസ്സിലാക്കണം. പിതാക്കന്മാരിൽ 4ാം തലമുറയിൽ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടുപേരും ബാക്കിയുള്ള തലമുറക്കെ വെളുത്ത ആളുകളാണ്, പക്ഷെ ഒരു കറുത്ത ആള്, ഒരു പിതാമഹൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. മതി, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അതിന്റെ പേരിലൊന്നും ഈ പറച്ചിലൊന്നും പറയാൻ പറ്റൂല. അതെന്റെ കുട്ടിയല്ല എന്നെങ്ങാനും പറഞ്ഞാൽ ഹദ്ദുൽ ഖദ്ഫ് വരുന്ന, ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട, ഇതൊന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യണ്ട, അങ്ങനെയൊന്നും പത്രത്തിന് കോളിടണ്ട. ആളുകൾ പത്രം വായിക്കുമ്പോഴേക്കും തട്ടിക്കൊണ്ടുപോണ കേസുകള്, ബലാത്കാരമായ കേസുകള്, അതൊക്കെ വളരെ ബൈഹാത്താണ്. വേറെ ഒരു വാർത്തയും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ സംസാരിക്കുന്നതിനെ കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എഴുതപ്പെട്ടത് മുഴുവനും വായിക്കാൻ പറ്റൂല മുഅ്മിനീങ്ങളെ. കറുത്ത മഷി കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതിയതും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റൂല. ഇൽമാണ് എന്ന് പറയുന്ന എന്തും നമുക്ക് വായിക്കാം. എന്താണ് ഇൽമ്? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഒരു മനുഷ്യന് ദുന്യവിയോ ഉഖ്റവിയോ ആയ ഉപകാരം ചെയ്യാത്തതൊന്നും ഇൽമല്ല. എല്ലാ പറയുന്നതും കേൾക്കാനും പറ്റൂല. കേൾക്കുന്നത് ചെവികോർത്ത് കേട്ടിരുന്നാൽ അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, ഈ കേൾക്കുന്ന ശ്രദ്ധിച്ചു കേട്ടവൻ പറഞ്ഞവന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞാൽക്കുള്ള കുറ്റം ഈ ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ, ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ ഉള്ള ക്രൈമുകൾ, കുറ്റങ്ങൾ, അത്തരം ആരോപണങ്ങൾ അത് ശ്രവിക്കാനോ പറയാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്രത്തിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ വാങ്ങളൊക്കെ കഴിഞ്ഞു പോകുമല്ലോ, അത് മതി. ബാക്കിയുള്ളത് മതി. അതേ നമുക്ക് ജായിസുള്ളൂ. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച പോലും നടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഒരുത്തൻ വിളിച്ചു, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഒരാൾ വിളിക്കാറുണ്ട്, ഒരു പെണ്ണ് വിളിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ വൈകാരികമായ ബന്ധത്തിലാണ്, അവര് തമ്മിൽ വ്യഭിചാരം നടക്കാറുണ്ട് എന്ന് പറഞ്ഞു പോയാൽ, സുബ്ഹാനല്ലാഹ്, വ്യംഗ്യമായിട്ട് പറഞ്ഞു പോയാൽ പോലും 80 വീതം അടിക്കപ്പെടുന്ന ശിക്ഷയ്ക്ക് കാരണമായ കുറ്റമാണ് ചെയ്യുന്നത്. ആ പറഞ്ഞ ആൾ ഫാസിഖാൻ, അവന്റെ ഷഹാദത്ത് പോലും സ്വീകരിക്കാൻ പാടില്ല. 3 വിഷയങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, ശിക്ഷ വേണം. പിന്നെ ലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല. മാസം കണ്ടതൊന്ന് പറഞ്ഞത് വേനാണ്, കൂട്ടൂല. പെരുന്നാളായി എന്നൊക്കെ ഇവൻ ശരിക്കും കണ്ടിട്ട് കടപ്പുറത്തുനിന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞാൽ ഇവനല്ലേ മറ്റേ പെണ്ണിനെ പറ്റി പറഞ്ഞത്, ഇവനെ കൂട്ടൂല. ഇവൻ ഉമ്മത്തിൽ നിന്ന് താഴെ കടിയിലേക്ക് തള്ളപ്പെട്ടു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഫിസ്ഖിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്.